ഹായ്, വെൽക്കം ടു ദി വേൾഡ് ഓഫ് മലയാളം ട്രാൻസ്ലേഷൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗിരീഷ് കർണാടിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള നാഗമണ്ഡലയാണ്. സോ നമുക്ക് ഗിരീഷ് കർണാടിൻ്റെ പ്രൊഫൈൽ ഒന്ന് നോക്കാം. 1938 മെയ് 19 അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം കന്നഡ ഭാഷയിലെ പ്രശസ്തനായിട്ടുള്ള റൈറ്ററും ഡ്രമാറ്റിസ്റ്റും ആക്ടറും പ്രൊഡ്യൂസറും ഒക്കെ ആയിരുന്നു. സോ അദ്ദേഹത്തിനെക്കുറിച്ച് അറിയായികയില്ല, കാരണം നമ്മൾ ഡിഗ്രി ലെവലിലൊക്കെ പഠിക്കുന്ന ഒരാൾ കൂടിയാണ് അദ്ദേഹം. അതുമാത്രമല്ല ജ്ഞാനപീഠം കൂടെ ലഭിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. ജ്ഞാനപീഠം എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, ഇന്ത്യയിലെ പരമോന്നത ബഹുമതിയാണത്. സോ അത് ലഭിച്ചിട്ടുള്ള ഒരു വ്യക്തികളിൽ പെടുന്ന ഒരാൾ കൂടിയാണ്. എക്സാക്ട്ലി പറയുകയാണെങ്കിൽ ജ്ഞാനപീഠം ലഭിച്ച 7 കന്നഡികരിൽ ഒരാളാണ് ഗിരീഷ് കർണാട് എന്ന് പറയുന്ന ഈ വ്യക്തി. ഗിരീഷ് കർണാടിൻ്റെ വർക്ക്സ്, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 1938 മെയ് 19 മഹാരാഷ്ട്രയിലെ മാധേരാനിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ പേര് കൃഷ്ണഭായ് എന്നായിരുന്നു. അമ്മ ചെറുപ്പത്തിലെ തന്നെ വിധവയായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ മകനെ വളർത്തിയതും എഡ്യൂക്കേഷനൊക്കെ കൊടുത്തതും. അപ്പോൾ അച്ഛൻ മരിക്കുന്ന സമയത്ത് അവർക്ക് ഒരു മകനുണ്ടായിരുന്നു. പിന്നെ 5 വർഷത്തോളം അമ്മ കല്യാണമൊന്നും കഴിച്ചില്ല. അതിന് ശേഷം അവർ വേറൊരു കല്യാണം കഴിച്ചു. അങ്ങനെ അവർക്ക് വീണ്ടും 4 മക്കളുണ്ടായി. ആ 4 മക്കളിൽ തേർഡ് വൺ ആയിരുന്നു നമ്മുടെ ഗിരീഷ് കർണാട്. പിന്നെ അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷനൊക്കെ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ആദ്യകാല വിദ്യാഭ്യാസമൊക്കെ മറാഠിയിലായിരുന്നു. 1958 കർണാട് ധാർവാഡിലെ കർണാടക് ആർട്സ് കോളേജിൽ നിന്ന് അദ്ദേഹം മാത്സിലും സ്റ്റാറ്റിസ്റ്റിക്സിലും ബിരുദം നേടി. ദെൻ 1960 to 63 വരെ അദ്ദേഹം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ റോഡ് സ്കോളറായിരുന്നു. പിന്നെ അതിനുശേഷം അദ്ദേഹം ഫിലോസഫി, പൊളിറ്റിക്കൽ സയൻസ്, എക്കണോമിക്സ് എന്നിവ മെയിനായിട്ടുള്ള ഒരു സബ്ജക്റ്റായി എടുത്തിട്ട് അദ്ദേഹം MA കംപ്ലീറ്റ് ചെയ്തു. ദെൻ 1963 അദ്ദേഹം ഓക്സ്ഫോർഡ് യൂണിയൻ എന്ന സംഘടനയുടെ പ്രസിഡൻ്റായിട്ടും അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നെ അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അദ്ദേഹം കല്യാണം കഴിച്ചത് സരസ്വതി ഗണപതി എന്ന് പറയുന്ന ഒരു ലേഡിയായിരുന്നു. അവർക്ക് 2 മക്കളാണുള്ളത്. അദ്ദേഹം ജീവിച്ചിരുന്നത് കംപ്ലീറ്റ് ബാംഗ്ലൂരിലായിരുന്നു. ഇംഗ്ലണ്ടിൽ നിന്ന് അദ്ദേഹം തിരിച്ചു വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചർ വൈഫായിട്ടുള്ള സരസ്വതി ഗണപതിയെ കണ്ടുമുട്ടുകയും, പക്ഷേ അവർ കല്യാണം കഴിക്കാൻ ഒരുപാട് ലേറ്റായി. അതായത് കണ്ടുമുട്ടി പിന്നെ 10 വർഷം കഴിഞ്ഞിട്ടാണ് അവർ കല്യാണം കഴിക്കുന്നത്. അന്ന് അദ്ദേഹത്തിന് 42 ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഏജ് എന്നാണ് പറയുന്നത്. പിന്നെ അദ്ദേഹത്തിന് അസുഖം ഉണ്ടായിരുന്നു. ആ അസുഖത്തെ തുടർന്ന് 2019 ജൂൺ 10 അദ്ദേഹം മരിച്ചത്. അതായത് നമ്മുടെ കറക്റ്റ് പറയുകയാണെങ്കിൽ കഴിഞ്ഞ മാസം അദ്ദേഹത്തിൻ്റെ 81st, അതായത് 81ാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരിച്ചത് എന്ന് പറയുന്നു. പിന്നെ കൃതികളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, വളരെ ഫേമസ് ആയിട്ടുള്ള യയാതി, തുഗ്ലക്, ഹയവദന, അങ്ങനെയുള്ള ഒരുപാട് വർക്ക്സ് നമുക്കറിയുന്നതാണ്. സോ അതിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 1988 പബ്ലിഷ് ചെയ്ത നാഗമണ്ഡലയാണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ സ്റ്റോറിയിലേക്ക് കിടക്കാം. സ്റ്റോറി എന്ന് പറയുന്നതിൽ കുറച്ച് ക്യാരക്ടേഴ്സ് മാത്രമേ ഉള്ളൂ. അതിൽ മെയിനായിട്ട് വരുന്ന ക്യാരക്ടർ റാണിയാണ് ഇതിലെ പ്രൊട്ടഗണിസ്റ്റായിട്ട് പറയുന്നത്. പിന്നെയുള്ള ക്യാരക്ടർ എന്ന് പറയുന്നത് അപ്പണ്ണ, പിന്നെ കുരുദ്വാവ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീയും വരുന്നുണ്ട്. ഈ അപ്പണ്ണ, കുരുദ്വാവ എന്നൊക്കെ പറയുന്ന ആ ഒരു പേര്, അതുപോലെ തന്നെ നമ്മുടെ സ്റ്റോറിയുടെ ടൈറ്റിലായിട്ടുള്ള നാഗമണ്ഡല, ഈ പേരുകളൊക്കെ ഒരു കർണാടിക് ടച്ച് വരുന്നത് കൊണ്ടാണ്. അതായത് കർണാടക ബേസ്ഡ് ആണല്ലോ. സോ അതുകൊണ്ടാണ് അങ്ങനെ ഒരു ടൈറ്റിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ക്യാരക്ടേഴ്സ് എന്താ, നെയിംസ് എന്താ, അങ്ങനെയൊന്നും തോന്നണ്ട. നമുക്ക് സ്റ്റോറിയാണല്ലോ മുഖ്യം. സോ മെയിൻ പ്രൊട്ടഗണിസ്റ്റ് എന്ന് പറയുന്നത് റാണിയാണ്. സോ നമ്മുടെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ്, അതായത് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ടൈമിൽ ഈ കുരുദ്വാവ എന്ന് പറയുന്ന കുരുദ്വാവ എന്ന് പറയുന്നത് ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ്. അത് നമ്മുടെ ക്യാരക്ടറായിട്ടുള്ള അപ്പണ്ണയുടെ അമ്മയുടെ ഫ്രണ്ടാണ്. അപ്പണ്ണയ്ക്ക് അച്ഛനും അമ്മയൊന്നുമില്ല. അപ്പണ്ണ ഒരു ഓഫനാണ്. പക്ഷെ നല്ല വെൽത്തി ആയിട്ടുള്ള ഒരു മാനാണ്. ഒരുപാട് സമ്പത്തും സ്വത്തുക്കളും ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ അയാൾ കല്യാണം കഴിച്ചിട്ടില്ല. അപ്പോൾ കുരുദ്വാവയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പണ്ണയെ കല്യാണം കഴിപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഇവർ കണ്ടുപിടിക്കുന്ന ഒരു പെൺകുട്ടിയാണ് റാണി. അപ്പോൾ റാണിയെ കൊണ്ട് എങ്ങനെയെങ്കിലും അപ്പണ്ണയെ കല്യാണം കഴിപ്പിച്ച് അവനൊരു നല്ല ജീവിതം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതായിരുന്നു കുരുദ്വാവയുടെ ലക്ഷ്യം. സോ അതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കും. അത് അപ്പണ്ണയുടെ അടുത്ത് എപ്പോഴും വന്ന് പറയും, നീ എന്താ കല്യാണം കഴിക്കാത്തത്, നിനക്ക് നല്ലൊരു കുട്ടിയെ ഞാൻ കണ്ടെത്തി തന്നിട്ടുണ്ടല്ലോ, സോ നീ കല്യാണം കഴിച്ചേ പറ്റുള്ളൂ. അങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അവസാനം ഈ കുരുദ്വാവയുടെ ശല്യം കാരണം അപ്പണ്ണ പറയും, ശരി ഞാൻ കല്യാണം കഴിക്കാം എന്ന് പറയും. അങ്ങനെയാണ്
റാണിയെ കല്യാണം കഴിക്കുന്നത്. റാണിയെ കല്യാണം കഴിച്ച ശേഷം റാണിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ റാണി ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം പുതിയൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്, ഇതുവരെ പരിചയമില്ലാത്ത ഒരാളുടെ കൂടെ ജീവിക്കാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ ആകെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. പിന്നെ റാണിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ റാണി അതീവ സുന്ദരിയാണ്, അവളെ കാണാൻ നല്ല ഭംഗിയുള്ളൊരു കുട്ടിയാണ്. സോ അങ്ങനെ അവൾ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. വീട്ടിലേക്ക് കൊണ്ടുവന്ന ശേഷം ഇയാൾ പറയും ഭക്ഷണം ഉണ്ടാക്കാൻ പറയും. അപ്പോൾ അവൾ വേഗം ഫുഡ് ഉണ്ടാക്കാനായിട്ട് പോകും. ആ സമയത്ത് ഇയാൾ കുളിക്കാനായിട്ട് പോകും. കുളിയൊക്കെ കഴിഞ്ഞ് വന്ന ശേഷം ഭക്ഷണമൊക്കെ കഴിച്ച് ഇയാൾ പതുക്കെ ഡോറ് തുറന്ന് പുറത്തേക്ക് പോകും. അപ്പോൾ റാണിക്ക് മനസ്സിലാവില്ല ഇയാൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. പോകുന്ന സമയത്ത് ഇയാൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആ വീട് കംപ്ലീറ്റ് ലോക്ക് ചെയ്തിട്ടാണ് പോവുക. അപ്പോൾ റാണി ആകെ പേടിച്ചു പോകും. കാരണം റാണി പോയിട്ട് ഇങ്ങനെ കൊട്ടി വിളിക്കുമ്പോഴൊന്നും പുറത്തുനിന്ന് സൗണ്ടൊന്നും കേൾക്കില്ല. അപ്പോൾ അവൾക്ക് മനസ്സിലാവും തന്നെ ഇവിടെ ലോക്ക് ചെയ്തിട്ടിട്ടാണ് ആൾ പോയിരിക്കുന്നതെന്ന്. അപ്പോൾ അവൾ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കും. രാത്രിയായിട്ടും കാണാതിരിക്കുമ്പോൾ അവൾക്ക് ആകെ പേടി തുടങ്ങും. അങ്ങനെ പേടിയായിട്ട് അവൾ കരയാനും നിലവിളിക്കാനും പരിഭ്രമിക്കാനൊക്കെ തുടങ്ങും. രാവിലെ ആയിട്ടും ആരും വന്നില്ല. അതിനുശേഷം ഉച്ചയൊക്കെ ആയപ്പോൾ ആ ഡോറ് പതുക്കെ ഓപ്പൺ ചെയ്യുന്ന പോലെ അവൾക്ക് തോന്നി. അവൾ വേഗം പോയി നോക്കുമ്പോൾ അയാൾ തിരിച്ചു വന്നിട്ടുണ്ട്. നോർമലി അയാൾ ഒന്നും അറിയാത്ത പോലെ, ഒന്നും സംഭവിക്കാത്ത പോലെ കയറി വന്ന ശേഷം ഇവളോട് പറയും ഫുഡ് ഉണ്ടാക്കുക എന്ന് പറയും. അങ്ങനെ അവൾ വീണ്ടും ഫുഡ് ഉണ്ടാക്കാൻ പോകുന്നു. ഇയാൾ കുളിക്കാനായിട്ട് പോകുന്നു. കുളി കഴിഞ്ഞ് വരുന്നു, ഫുഡ് കഴിക്കുന്നു, വീണ്ടും ഇറങ്ങിപ്പോകുന്നു, ലോക്ക് ചെയ്യുന്നു. ഇത് തന്നെയായിട്ട് ഇങ്ങനെ ഒരു പ്രവൃത്തിയാണ് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റാണിക്ക് ഭയങ്കര വിഷമം തോന്നും. കാരണം എക്സ്പെക്റ്റ് ചെയ്ത് കല്യാണം കഴിച്ച് വന്നിട്ട് അവളുടെ ലൈഫ് ആകെ മാറിപ്പോയി. അവൾ എക്സ്പെക്റ്റ് ചെയ്തൊരു ലൈഫ് പോലും അല്ല അവൾക്ക് കിട്ടിയത്. അതുമാത്രമല്ല കംപ്ലീറ്റ് ടൈമും അവൾ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. ആ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് അവളുടെ മൈൻഡിൽ അവളിങ്ങനെ പല കാര്യങ്ങളും ചിന്തിച്ചു കൂട്ടും. അപ്പോൾ അവളിങ്ങനെ ചിന്തിക്കുന്നതിൽ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്കൊരു കാമുകനുണ്ട്. അതുപോലെ അവളെ രക്ഷിക്കാനായിട്ട് പല ആൾക്കാരും ഇങ്ങനെ വരികയാണ്, അവളെ ഇന്ന് ഒരാൾ വന്ന് രക്ഷിച്ചു കൊണ്ടുപോകുന്നു. അങ്ങനെയൊക്കെയുള്ള ഓരോ ചിന്തകൾ അവളുടെ മൈൻഡിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അപ്പണ്ണയ്ക്ക് ഒരു കാമുകിയുണ്ട്. അപ്പോൾ അയാൾ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാമുകിയെ വിസിറ്റ് ചെയ്യാനാണ്. അപ്പോൾ കാമുകിയുടെ കൂടെയാണ് അയാളുടെ ലൈഫ് ഫുൾ സ്പെൻഡ് ചെയ്യുന്നത്. പേരിനൊരു ഭാര്യയാണ് നമ്മുടെ റാണി. സോ ഇങ്ങനെ പതിവ് പോലെ അന്നും അയാൾ പോയി. ആ സമയത്ത് ഈ ഗുരുദാവ എന്ന് പറയുന്ന ഈ അപ്പണ്ണയുടെ അമ്മയുടെ ഫ്രണ്ട് ആ വഴി വരികയാണ്. ആ വഴി വരുമ്പോൾ വീട് കംപ്ലീറ്റ് ലോക്കായിട്ട് കിടക്കണതാണ്. അപ്പോൾ ഗുരുദാവയ്ക്ക് അങ്ങനെ അന്വേഷിച്ച് കഴിയുമ്പോൾ ഗുരുദാവയ്ക്ക് മനസ്സിലാവും അകത്ത് ആളുണ്ട്, അവളെ ലോക്ക് ചെയ്തിട്ടാണ് പോയിരിക്കുന്നതെന്ന് മനസ്സിലാവും. അപ്പോൾ ഗുരുദാവ റാണിയോട് സംസാരിക്കും. അപ്പോൾ റാണിയുടെ വിഷമങ്ങളൊക്കെ പറയുമ്പോൾ ഗുരുദാവ പറയും വിഷമിക്കേണ്ട, എൻ്റെ കയ്യിലൊരു വഴിയുണ്ട് എന്ന് പറയും. അതായത് വഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് മുൻപ് ഗുരുദാവ ബ്ലൈൻഡ് ആയതുകൊണ്ട് തന്നെ കല്യാണം കഴിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആരും ഇവളെ കല്യാണം കഴിച്ചിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് ഒരു മുനി കൊടുത്ത വരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വേരുകൾ കൊടുത്തിട്ട് പറഞ്ഞു ഈ വേര് ആർക്കാണോ നീ കലക്കി കൊടുക്കുന്നത് ആ വേര് കഴിക്കുന്ന ആൾക്കാർ നിന്നെ കല്യാണം കഴിക്കും എന്നായിരുന്നു കൊടുത്ത വരം. അപ്പോൾ അങ്ങനെയാണ് ഗുരുദാവ കല്യാണം കഴിച്ചത്. അങ്ങനെ ആ വേരിൽ 2 എണ്ണം ഗുരുദാവയുടെ കയ്യിൽ ബാക്കിയുണ്ട്. അതിലൊന്ന് ചെറിയൊരു വേരും പിന്നെ ഒന്നൊരു വലിയ വേരുമാണ്. അപ്പോൾ ഗുരുദാവ് പറയും നീ ഒരു കാര്യം ചെയ്യുക, നീ ഇത് അയാളുടെ ഭക്ഷണത്തിൽ കലക്കി കൊടുക്കുക, അവൻ ഉറപ്പായിട്ട് നിന്നെ ഇഷ്ടപ്പെടും, നിന്നോട് സ്നേഹം ഉണ്ടാവും, എപ്പോഴും നിൻ്റെ കൂടെ തന്നെ ഇരിക്കുമെന്ന് പറയും. അപ്പോൾ റാണിക്ക് ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു. എങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് റാണി എന്ത് ചെയ്യുന്നു വെച്ചാൽ അതിലെ ചെറിയ വേരെടുത്തിട്ട് അന്ന് തന്നെ കറിയിൽ ഉണ്ടാക്കി മിക്സ് ചെയ്ത് കൊടുക്കാം എന്ന് വിചാരിക്കും. അങ്ങനെ അപ്പണ്ണ വിസിറ്റൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന ശേഷം ഫുഡ് കഴിക്കാനായിട്ട് വരുമ്പോൾ ഈ കറി എടുത്ത് കൊടുക്കും. കഴിക്കുന്ന സമയത്ത് അപ്പണ്ണ അത് കഴിച്ചിട്ട് ഒരു ഫസ്റ്റ് ജസ്റ്റ് ഇങ്ങനെ ടേസ്റ്റ് നോക്കുമ്പോൾ തന്നെ ഒരുമാതിരി ഇറിറ്റേഷൻ തോന്നുകയും അയാൾക്ക് തല കറങ്ങണ മാതിരിയൊക്കെ തോന്നിയിട്ട് ഈ ഭക്ഷണം എടുത്ത് ഇവളുടെ മുഖത്തേക്ക് വലിച്ചെറിയും. എന്നിട്ട് ഇങ്ങനെയാണോ ഭക്ഷണം ഉണ്ടാക്കി വെക്കുന്നത്, നിനക്ക് ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ ഉണ്ടാക്കരുത്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഇവളെ വല്ലാതെ വഴക്ക് പറയും. അത് ഇവൾക്ക് ഭയങ്കരമായിട്ട് സങ്കടമാവും. അങ്ങനെ അയാൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. ലോക്ക് ചെയ്തിട്ട് ആസ് യൂഷ്വൽ പോകുന്ന പോലെ അയാൾ ഇറങ്ങിപ്പോവും. അങ്ങനെ നെക്സ്റ്റ് ഡേ ഇവിടെ എന്ത് സംഭവിച്ചു എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഗുരുദാവ വേഗം തിരിച്ചു വന്നിട്ട് ഗുരുദാവ ചോദിക്കും എന്താ ഉണ്ടായത്, അവനത് കഴിച്ചോ അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പോൾ റാണി പറയും ഇല്ല ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായി എന്ന് പറയും. അപ്പോൾ ഗുരുദാവ പറയും കുഴപ്പമില്ല, ഞാൻ ഒരു വേരും കൂടെ തന്നിട്ടുണ്ടല്ലോ, അതിൽ ഏറ്റവും വലിയൊരു വേര് തന്നിട്ടുണ്ടല്ലോ, നീ അത് ഇന്ന് രാത്രിയല്ല ഇന്ന് ഉച്ചയ്ക്ക് അവൻ കഴിക്കാൻ വരുമ്പോൾ നിർബന്ധമായിട്ടും അവനെ കൊണ്ട് അത് കഴിപ്പിക്കണം, അല്ലാതെ വേറെ വഴിയില്ലല്ലോ, അപ്പോൾ അത് കൊടുക്കണം, അപ്പോൾ അവന് നിന്നോട് ഇഷ്ടം തോന്നുമെന്ന് പറയും. അങ്ങനെ അവൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ അന്നും ഉച്ചയ്ക്ക് ഇതുപോലെ കറി ഉണ്ടാക്കി വയ്ക്കും. അതിനുശേഷം ആ വലിയ വേര് ചതച്ച് അതിലേക്ക് ഇടും. അപ്പോൾ ആ കറിയുടെ കളറേ കംപ്ലീറ്റ് മാറും. അതായത് ചെറുത് കൊടുത്തപ്പോൾ തന്നെ ഇയാൾക്ക് തലകറക്കമൊക്കെ വന്നു എന്നാണ് പറഞ്ഞു കേട്ടതും. അവളെ ശകാരിച്ചിട്ടൊക്കെയാണ് പോയത്. അപ്പോൾ ഈ വലിയ വേരിൻ്റെ കളറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറിയുടെ കളർ കംപ്ലീറ്റ് റെഡായിട്ട് മാറി. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ ഇയാളെടുത്ത് വലിച്ചെറിയുന്നുള്ള കാര്യം അവൾക്ക് ഉറപ്പാണ്. അപ്പോൾ അവൾക്ക് ആകെ ടെൻഷനാവും. അപ്പോൾ അവൾ ഇങ്ങനെ വിചാരിക്കും ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി അയാൾ തല്ലുമോ അല്ലെങ്കിൽ ഇനി അയാൾ കഴിച്ചില്ലെങ്കിലോ, അപ്പോൾ അങ്ങനത്തെ ചിന്തയൊക്കെ അവൾക്ക് ഇങ്ങനെ വരും. അപ്പോൾ അവൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ശരി ഇത് അയാൾക്ക് കൊടുക്കണ്ട, കാരണം അയാൾ എങ്ങനെ റിയാക്ട് ചെയ്യാൻ അറിയില്ലല്ലോ. ഇപ്പോൾ ഇവൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ വീടിന് മുൻപിൽ ഒരു പാമ്പിൻ്റെ പുറ്റുണ്ടാവും. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോയിട്ട് ഈ കറി കംപ്ലീറ്റ് ഒഴിച്ച് കളയും. പക്ഷേ അവിടെ ഒരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ പുറ്റിൻ്റെ ഉള്ളിൽ ഒരു
പാമ്പുണ്ടായിരുന്നു. അതിൻ്റെ മുകളിലേക്കാണ് ഈ കറി വീഴുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാമ്പിൻ്റെ മേത്തായിരുന്നു ഈ കറി വീണിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പാമ്പെന്ന് പറഞ്ഞാൽ ഒരു മൂർഖൻ പാമ്പായിരുന്നു അത്. അപ്പോൾ ഈ പാമ്പിൻ്റെ മേത്ത് വീണതിന് ശേഷം പാമ്പിന് മനസ്സിലായി, കാരണം തൻ്റെ മേത്ത് എന്തോ വീണിട്ടുണ്ട്, തനിക്ക് ആ പെൺകുട്ടിയോട് എന്തോ ഒരു അട്രാക്ഷൻ തോന്നുന്നു എന്നുള്ളൊരു തോന്നൽ പാമ്പിനുണ്ടായി. പാമ്പ് പതുക്കെ അകത്ത് കയറാനായിട്ട് നോക്കും, പക്ഷേ വീട് കംപ്ലീറ്റ്ലി ലോക്ക്ഡാണ്. അപ്പോൾ എങ്ങനെ പോയാലും അകത്ത് കയറാൻ പറ്റില്ല. അപ്പോൾ ഇയാൾ പതുക്കെ, അവിടെ ഒരു ചാലുണ്ട്, ആ ചാലിൽ കൂടെ എഴഞ്ഞെഴഞ്ഞ് നേരെ ടോയ്ലറ്റിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റും. അങ്ങനെ ടോയ്ലറ്റിനകത്തൂടെ കയറിയിട്ട് ശരിക്ക് റാണി ഉറങ്ങുന്നിടത്തേക്ക് ചെല്ലും. റാണി ഉറങ്ങുകയാണ്. അപ്പോൾ റാണിയുടെ അടുത്ത് ചെന്നിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കണം എന്നൊക്കെ വിചാരിക്കും. പക്ഷേ റാണി ഒരു പാമ്പാണ് തൻ്റെ അടുത്തിരിക്കണമെന്ന് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും റാണി അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇയാൾ തീരുമാനിക്കുക, അതായത് നമ്മുടെ പാമ്പ് തീരുമാനിക്കുകയാണ് അപ്പണ്ണയുടെ രൂപം എടുത്തിട്ട് റാണിയുടെ അടുത്തേക്ക് പോകാം. സോ അപ്പണ്ണയുടെ രൂപം എടുത്തിട്ടാണ് ഈ നാഗ റാണിയുടെ അടുത്തേക്ക് പോകുന്നത്. അങ്ങനെ റാണിയെ വിളിച്ചെണീപ്പിക്കും. അപ്പോൾ റാണി ആകെ ഞെട്ടിപ്പോവും. കാരണം എന്നും ദേഷ്യത്തോടെ മാത്രം പെരുമാറിയിരുന്ന ഭർത്താവ്, എന്നും ഉച്ചയ്ക്ക് മാത്രം വന്നിരുന്ന ഭർത്താവ് ഇന്ന് ആദ്യമായിട്ട് രാത്രി വന്നിരിക്കുന്നു, എന്നിട്ട് വളരെ സോഫ്റ്റായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ ഇവൾ ചോദിക്കും, നിങ്ങളെന്താണ് ഇങ്ങനെയൊക്കെ എന്നോട് സംസാരിക്കുന്നത്, നിങ്ങൾക്കിത് എന്തു പറ്റി, അങ്ങനെയുള്ള സംസാരമൊക്കെ ഉണ്ടാവും. അപ്പോൾ നാഗ പറയും, എനിക്കങ്ങനെ ഒന്നും പറയാനില്ല, എൻ്റെ സ്വഭാവം അങ്ങനെ ആയിപ്പോയി, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറും. അതിന് ശേഷം അവൾക്ക് ഭയങ്കര സന്തോഷം തോന്നും. കാരണം അവരുടെ ലൈഫ് വളരെ ഹാപ്പി ആയിട്ട് തന്നെയാണ് മുന്നോട്ട് പോവുക. അപ്പോൾ ഈ ഒരു പരിപാടി എന്നും തുടർന്നുകൊണ്ടിരുന്നു. അതായത് രാത്രിയാകുമ്പോഴാണ് നാഗ വരിക. അതിനുശേഷം ടോയ്ലറ്റിൻ്റെ അവിടെ എത്തും. അതിനുശേഷം രൂപം മാറും, അപ്പണ്ണയാവും. അപ്പണ്ണ ഇവളുടെ കൂടെ താമസിക്കും. പകൽ പക്ഷേ ഈ പറഞ്ഞ മാതിരി തന്നെ ഉച്ചയാകുമ്പോഴേക്കും യഥാർത്ഥ അപ്പണ്ണ തിരിച്ചു വരുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, ലോക്ക് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ രാത്രി ഭയങ്കര സ്നേഹവും, പകൽ വരുന്ന അപ്പണ്ണയ്ക്ക് ഭയങ്കര ദേഷ്യവുമാണ് ഇവളോട്. അപ്പോൾ ഇവൾക്ക് തന്നെ ഡൗട്ട് തോന്നും. പക്ഷേ ഇവൾക്ക് തോന്നും ചിലപ്പോൾ ഇനി അയാൾ പറഞ്ഞ പോലെ അയാളുടെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം എന്ന് അവൾ ചിന്തിക്കും. പക്ഷെ സത്യം അവൾക്ക് അറിയില്ലല്ലോ. കാരണം രാത്രി വരുന്നത് പാമ്പാണെന്നും പകൽ വരുന്നത് യഥാർത്ഥ ഭർത്താവാണെന്നും ഉള്ള കാര്യം അവൾക്ക് അറിയില്ല. പക്ഷെ അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇനിയിപ്പോൾ പകൽ കുറേ ദേഷ്യപ്പെട്ടാലും വേണ്ടില്ല, രാത്രി അയാൾ കൂടിയുണ്ടല്ലോ, ഒരുപാട് സ്നേഹം തരുന്നുണ്ട്, എപ്പോഴും സംസാരിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അവൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം അപ്പണ്ണ ഉച്ചയ്ക്ക് ഇങ്ങനെ കഴിക്കാനായിട്ട് വരുമ്പോൾ ഈ പാമ്പ് ഇഴഞ്ഞു പോയതിൻ്റെ പാടുകളൊക്കെ അയാൾക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ അയാളിങ്ങനെ വിചാരിക്കും, ഞാനിവിടെ ഇല്ലാത്ത സമയത്ത് ഇതിലെ പാമ്പ് വരുന്നുണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും വരുന്നുണ്ടോ എന്നുള്ളൊരു ചിന്ത ആൾക്ക് വരും. അപ്പോൾ അയാൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അന്ന് തന്നെ ഒരു പട്ടിയെ കൊണ്ടുവന്ന് ആ മുറ്റത്ത് കെട്ടിയിടും. അപ്പോൾ പതിവ് പോലെ രാത്രിയായ ശേഷം നാഗയുടെ ആ പുറ്റിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ ശേഷം ഇങ്ങനെ അഴിഞ്ഞു വരുന്ന സമയത്ത് മുമ്പിൽ ഒരു പട്ടിയെ കാണും. പട്ടിയെ കാണുമ്പോൾ പട്ടി എന്ത് ചെയ്താൽ ഈ നാഗയെ അകത്ത് കയറാനായിട്ട് സമ്മതിക്കില്ല. അങ്ങനെ 2 പേരും തമ്മിൽ ഗംഭീര ഫൈറ്റ് നടക്കും. ഫൈറ്റിനൊടുവിൽ ആ പട്ടി അവിടെ ചത്തുപോകും. അങ്ങനെ നാഗ വളരെ സ്മൂത്തായിട്ട് തന്നെ ടോയ്ലറ്റ് കൂടെ കയറി അകത്തേക്ക് കയറും. പക്ഷേ റാണിക്ക് പുറത്തിങ്ങനെ സൗണ്ട് കേൾക്കുന്നുണ്ട്. പുറത്തിറങ്ങി പോയിട്ട് അവിടെ എന്താ നടക്കണേന്നൊക്കെ അന്വേഷിക്കാൻ പറ്റില്ലല്ലോ, കാരണം ഡോർ ലോക്ക് ചെയ്തിട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ റാണി പെട്ടെന്ന് നോക്കുമ്പോൾ ടോയ്ലറ്റിൽ നിന്ന് നമ്മുടെ അപ്പണ്ണ ഇറങ്ങി വരുന്നത് കാണും. അപ്പോൾ അപ്പണ്ണ മീൻസ് നാഗ വരുന്നത് കാണും. അപ്പോൾ നാഗയോട് ചോദിക്കും, എന്താ പുറത്തൊരു ശബ്ദം കേട്ടേന്ന് ചോദിക്കും. അപ്പോൾ നാഗ പറയും, എന്താണോ എന്തോ അറിയില്ല, ഞാൻ ശ്രദ്ധിച്ചില്ല, എന്തൊക്കെയോ സൗണ്ട് കേട്ടു എന്നും പറയും. അതിനുശേഷം അവരത് വിട്ടു. അതിനുശേഷം ഇവരിങ്ങനെ രാത്രി കിടന്നുറങ്ങുന്നു. പിറ്റേ ദിവസം നമ്മുടെ ഒറിജിനൽ അപ്പണ്ണ ഉച്ച സമയമായപ്പോൾ കയറി വരുന്ന സമയത്ത് പട്ടി അവിടെ ചത്ത് കിടക്കുന്നത് മാത്രമല്ല, പട്ടിയുടെ ഈ നഖത്തിൻ്റെ ഇടയിലും ഒക്കെ അതിൻ്റെയൊക്കെ പാമ്പിൻ്റെയൊക്കെ സ്കിന്നിങ്ങനെ ഇരിക്കുന്നതായിട്ട് അയാൾക്ക് കാണും. അപ്പോൾ അയാൾക്ക് മനസ്സിലാവും, ഉറപ്പായിട്ടും ഇവിടെ പാമ്പ് കാരണമാണ് പട്ടി ചത്തുപോയതെന്ന് അയാൾക്ക് മനസ്സിലാവും. അപ്പോൾ അയാൾ വിചാരിക്കും, ഇനി ഒരു കീരിയെ കൊണ്ടുവന്നിട്ട് ഈ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ കെട്ടിയിടാം. കീരി എന്തായാലും പാമ്പിനെ കൊല്ലാതിരിക്കില്ലല്ലോ, അത് അവരുടെ ലൈഫ് തന്നെ അങ്ങനെയാണല്ലോ. അപ്പോൾ അങ്ങനെ അയാൾ ഒരു കീരിയെ കൊണ്ടുവന്നിട്ട് നമ്മുടെ റാണി അറിയാതെ തന്നെ വീടിൻ്റെ ഫ്രണ്ടിൽ അതിനെ ലോക്ക് ചെയ്തിട്ട് പോകും. അന്ന് രാത്രി ഇതുപോലെ തന്നെ നമ്മുടെ നാഗ പുറത്തേക്ക് ഇറങ്ങുന്നു. നേരെ ചെന്ന് വിടുന്നത് കീരിയുടെ മുന്നിലായിരിക്കും. അപ്പോൾ കീരി എന്ത് ചെയ്താൽ അതിനെ അനങ്ങാൻ സമ്മതിക്കില്ല. അങ്ങനെ ഗംഭീര ഫൈറ്റ് നടക്കും. ഫൈറ്റിനൊടുവിൽ സാധാരണ കീരിയും പാമ്പും തമ്മിലുള്ള ഫൈറ്റിൽ കീരിയാണ് ജയിക്കാറ്. പക്ഷേ ഇവിടെ നമ്മുടെ നാഗ തന്നെ ജയിക്കുന്നു, കീരിയെയും കൊല്ലുന്നു. അതിനുശേഷം നോർമലി ഇയാൾ അകത്തേക്ക് കയറുന്നു, ടോയ്ലറ്റിനകത്തൂടെ അകത്തേക്ക് കയറുന്നു, നോർമൽ അപ്പണ്ണയായി മാറുന്നു. അതിനുശേഷം ഇവളുടെ അടുത്തേക്ക് ചെല്ലുന്നു. അങ്ങനെ ഈ ഒരു പ്രവൃത്തി അവിടെ നടന്നു. അങ്ങനെ നെക്സ്റ്റ് ഡേ വന്ന് നോക്കുന്നു, കീരിയും ചത്തു എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ അപ്പണ്ണയ്ക്ക് ആകെ ടെൻഷനാവും. അതായത് ഇവിടെ വന്നിരിക്കുന്നത് നല്ല വിഷമുള്ള ഏതോ ഒരു വലിയ പാമ്പാണ് എന്നുള്ളത് മനസ്സിലാവും. അങ്ങനെ ഒരു ദിവസം രാത്രി വീണ്ടും നമ്മുടെ നാഗ വേഷമൊക്കെ മാറി അപ്പണ്ണയുടെ രൂപത്തിൽ റാണിയുടെ അടുത്തേക്ക് എത്തി. എന്നിട്ട് റാണിയോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ റാണി പറയും, ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ നാഗ ആകെ ഞെട്ടിപ്പോവും. കാരണം
നാഗയ്ക്ക് മാത്രമേ അറിയുള്ളൂ അത് ഒറിജിനൽ ഭർത്താവല്ല എന്നുള്ളത്. റാണിയുടെ കോൺസെപ്റ്റിൽ അല്ലെങ്കിൽ റാണിയുടെ മുന്നിൽ റാണിക്ക് തോന്നുന്നത് റാണിയുടെ ഒറിജിനൽ ഭർത്താവായിട്ടുള്ള അപ്പണ്ണയാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നാഗ ഒന്നും പറയാതെ പതുക്കെ അങ്ങനെ ഇറങ്ങിപ്പോവും. ഇറങ്ങിപ്പോയ ശേഷം തിരിച്ച് കയറി വരില്ല. അപ്പോൾ ആ ഇറങ്ങി പോകുന്നതിന് മുൻപായിട്ട്, അതായത് കീരിയുമായിട്ടുള്ള ഫൈറ്റിൽ നമ്മുടെ അപ്പണ്ണയുടെ നാഗയുടെ ദേഹം കംപ്ലീറ്റ് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ റാണി ചോദിക്കുന്നത് എന്ത് പറ്റിയതാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ അപ്പണ്ണ പറയും, അതായത് നാഗയായിട്ടുള്ള അപ്പണ്ണ പറയും, വരുന്ന വഴിക്ക് കള്ളിമുൾ ചെടി ഉണ്ടായിരുന്നു, അതിൽ തട്ടി വീണതാണ്, അങ്ങനെ പാട് വന്നതാണെന്നൊക്കെ പറയും. അപ്പോൾ ഈ മുറിവുകളൊക്കെ ഉള്ളത് കൊണ്ടും പിന്നെ ഈ പ്രഗ്നൻസിയുടെ കേസ് കേട്ടത് കൊണ്ടും ഉള്ള പേടി കാരണം നമ്മുടെ നാഗ പുറത്തേക്ക് ഇറങ്ങാതെ അകത്ത് തന്നെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ നമ്മുടെ റാണിക്ക് ഭയങ്കര സങ്കടമാവും. കാരണം പകൽ ദേഷ്യപ്പെട്ട് പോയിരുന്ന ഭർത്താവ് രാത്രിയാകുമ്പോൾ വന്നിരുന്നു. ഇപ്പോൾ അത് രാത്രി വിസിറ്റ് പോലും ഇല്ലാതായി. ഇയാൾക്ക് എന്ത് പറ്റി എന്നൊക്കെ ആലോചിച്ച് ഇവൾക്ക് ആകെ വിഷമാവും. അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ദിവസം ഈ നാഗ വീണ്ടും ഇറങ്ങി വരുന്ന സമയത്ത് ഇവളുടെ അടുത്തേക്ക് ചെല്ലുന്നു. അപ്പോൾ മുറിവുകളൊന്നും മാറിയിട്ടില്ല. അപ്പോൾ ഇവൾ പറയും, എൻ്റെ കയ്യിൽ മരുന്നുണ്ട്, ഞാൻ ആ മരുന്ന് തേച്ച് തരാം എന്ന് പറയും. അങ്ങനെ മരുന്ന് തേക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇവരുടെ തൊട്ട് മുന്നിലൊരു കണ്ണാടിയുണ്ട്. ആ കണ്ണാടിയിൽ കറക്റ്റ് പ്രതിബിംബം നോക്കുന്ന സമയത്ത് റാണി കാണുന്നത് വലിയൊരു മൂർഖൻ പാമ്പിനെയാണ്. വലിയൊരു പാമ്പെന്ന് പറഞ്ഞാൽ വലിയൊരു പാമ്പ്. പക്ഷെ അത് ഇവൾക്ക് അറിയില്ല ബാക്കിലുള്ളത് പാമ്പാണ്, നാഗയാണ് എന്നുള്ളത് ഇവൾക്ക് അറിയില്ല. ഇവൾ നിൽക്കുന്നത് അപ്പണ്ണയുടെ കൂടെയാണെന്നുള്ളൊരു വിശ്വാസത്തിലാണ് അവളിരിക്കുന്നത്. അവൾ ഞെട്ടി വിറച്ച് കരയാൻ തുടങ്ങും. പക്ഷേ വളരെ നോർമലായിട്ട് നാഗ വന്നിട്ട് അവളെ ആശ്വസിപ്പിക്കും, വിഷമിക്കേണ്ട, അങ്ങനെ അതൊന്നും നീ കണ്ടതായിരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവളിങ്ങനെ ആശ്വസിപ്പിക്കും. അതിനുശേഷം ഈ മരുന്നൊക്കെ തേച്ച് കൊടുക്കും. അങ്ങനെ അതിനുശേഷം ആ നാഗ തിരിച്ചു പോകും. അങ്ങനെയാണ് ഇരിക്കുമ്പോഴാണ് നമ്മുടെ അപ്പണ്ണ അറിയുന്നത് തൻ്റെ ഭാര്യയായിട്ടുള്ള റാണി പ്രഗ്നൻ്റ് ആണെന്ന്. അപ്പണ്ണയ്ക്ക് നല്ല ദേഷ്യം വരും. കാരണം പകൽ മുഴുവൻ ഡോറും ലോക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. പകലും രാത്രിയെല്ലാം ഡോർ ലോക്ക് ചെയ്ത് പോകുന്നു. അതിനുശേഷം ഇതിനകത്ത് ആര് കയറി എന്നുള്ളത് അയാൾക്കറിയില്ല. അയാളാണെങ്കിൽ അയാളുടെ ഭാര്യയുടെ കൂടെ ഒരു ദിവസം പോലും താമസിച്ചിട്ട് പോലുമില്ല, ഒരിക്കൽ സംസാരിച്ചിട്ട് പോലുമില്ല, വഴക്ക് പറയാനല്ലാതെ സംസാരിച്ചിട്ട് പോലുമില്ല. അപ്പോൾ ഇയാൾക്കാകെ ദേഷ്യം വരും. അപ്പോൾ അപ്പണ്ണ ഭയങ്കര ദേഷ്യത്തിലാണ്. അപ്പോൾ അപ്പണ്ണ തീരുമാനിക്കും നാട്ടുകൂട്ടത്തെ വിവരം അറിയിച്ച് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ച് ഇവൾക്ക് കറക്റ്റായിട്ടുള്ള പണിഷ്മെൻറ്റ് കൊടുക്കണം. കാരണം പകൽ മൊത്തം ലോക്ക് ചെയ്തിട്ട് പോയിട്ട് പിന്നെ ഉച്ചയ്ക്കാണ് കയറി വരുന്നത്. അതിൻ്റെ ഇടയിൽ ഇതിൻ്റെ ഉള്ളിൽ ആര് വന്നു അല്ലെങ്കിൽ ഇവൾ ആരുടെ കൂടെ പോയി, ഇതെന്തായാലും അറിഞ്ഞേ പറ്റുള്ളൂ എന്ന് തീരുമാനിക്കും. അപ്പോൾ ഈ നാട്ടുകൂട്ടത്തെ വിവരം അറിയിക്കും. അപ്പോൾ നാട്ടുകൂട്ടം തീരുമാനിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡേറ്റ് കൊടുക്കും. ആ ഡേറ്റിൽ അവിടെ വരണം. അതിന് ശേഷം ആരാണോ തെറ്റ് ചെയ്തത് അവരത് ഡേറ്റ് പറയണം. അതിനുശേഷം അവിടെ ഒരു തിളച്ച ഇരുമ്പ് ദണ്ടുണ്ട്, അതെടുത്ത് കൈ കൊണ്ട് പിടിക്കണം. കയ്യിലെടുത്ത് പിടിക്കുന്ന സമയത്ത് കൈ പൊള്ളിക്കഴിഞ്ഞാൽ അവൾ കുറ്റവാളി, അതല്ലെങ്കിൽ നിരപരാധി. ഇതാണ് എപ്പോഴും ചെയ്യുന്ന ഒരു ശിക്ഷാവിധി. അങ്ങനെ ഇവൾക്ക് ശിക്ഷയും വിധിച്ചിട്ടുണ്ട്. അങ്ങനെ ഇവളെ കാണാൻ വീണ്ടും നാഗ വരുന്നു. നാഗ വരുമ്പോൾ നാഗ അവളോട് പറയും, നീ ഒരിക്കലും ആ ഇരുമ്പ് ദണ്ട് എടുക്കരുത്, പകരം അവിടെ തൊട്ട് താഴത്തൊരു പുറ്റുണ്ട്, അതിനകത്തൊരു പാമ്പുണ്ട്, വിഷപ്പാമ്പാണ്, അതിനെ കയ്യിലെടുത്തിട്ട് അതിൻ്റെ മേലെ നീ ശപഥം ചെയ്യണം, ഞാൻ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് നീ പറയണം, അതല്ലാതെ നിന്നെ രക്ഷിക്കാൻ വേറൊരു മാർഗ്ഗവുമില്ല എന്ന് പറയും. അപ്പോൾ അന്ന് രാത്രി വന്നിരിക്കുന്ന അപ്പണ്ണയാണെന്നാണല്ലോ അവൾ വിചാരിച്ചിരിക്കുന്നത്. കാരണം രാത്രി വരുന്ന ഭർത്താവിന് ഭയങ്കര സ്നേഹമാണ്, പകൽ വരുമ്പോൾ ഭയങ്കര ദുഷ്ടനാണ്. അപ്പോൾ ഭർത്താവ് പറഞ്ഞതല്ലേ, അപ്പോൾ അതുകൊണ്ട് എന്തായാലും എന്തെങ്കിലും കാര്യമൊക്കെ ഉണ്ടാവും, പാമ്പിനെങ്കിൽ പാമ്പിനെ പിടിച്ച് അവൾ ശപഥം ചെയ്യാമെന്ന് തീരുമാനിക്കും. അങ്ങനെ ഈ ശിക്ഷ വിധിച്ചിട്ടുള്ള, അതായത് നാട്ടുകൂട്ടം പറഞ്ഞിട്ടുള്ള ആ ഡേ അന്നത്തെ ദിവസം പല സ്ഥലത്തു നിന്ന് പല ആളുകളും ഈ ഒരു എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് എത്തുന്ന സമയത്ത് ഇവൾ ഉറക്കെ വിളിച്ച് പറയും, അവിടെ ഒറിജിനൽ അപ്പണ്ണയും ഉണ്ട്, ഉറക്കെ വിളിച്ച് പറയും, എനിക്ക് ഈ ദണ്ടെടുക്കാനായിട്ട് താല്പര്യമില്ല, പകരം ഞാൻ ഈ പുറ്റിൽ കൈയിട്ടിട്ട് പാമ്പിനെ കയ്യിലെടുത്തോളാം, എന്നിട്ട് പാമ്പെന്നെ കടിക്കുകയാണെങ്കിൽ ഞാൻ മരിച്ചോട്ടെ, അതല്ലെങ്കിൽ ഞാൻ നിരപരാധിയാണെന്ന് തെളിയുമല്ലോ എന്ന് പറയും. അപ്പോൾ അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കര അത്ഭുതം തോന്നും. കാരണം പാമ്പ് കടിച്ച് എന്തായാലും ഇവൾ മരിക്കാൻ പോവുകയാണ്, പാമ്പ് എന്തായാലും നിരപരാധിയാണെങ്കിൽ മാത്രമേ വെറുതെ വിടുള്ളൂ, സത്യമല്ലെങ്കിൽ ഉറപ്പായിട്ടും പാമ്പ് കടിക്കും. അപ്പോൾ ഇവൾ ആ പുറ്റിൽ കയറിയിട്ട് പാമ്പിനെ എടുക്കും. അവൾ ഭയങ്കര പേടിച്ചിട്ടാണ് എടുക്കുക. പക്ഷേ നമുക്കറിയാലോ അവൾക്കൊന്നും പറ്റില്ല എന്നുള്ളത്, ആ പാമ്പാരാണെന്ന് നമുക്കറിയാം. സോ ഇവൾ പാമ്പിനെ എടുക്കുന്ന സമയത്ത് ഇവൾ പറയും, ഞാൻ ഈ പാമ്പിനെയും എൻ്റെ ഭർത്താവിനെയും അല്ലാതെ വേറൊരാളെയും ഞാൻ എൻ്റെ ജീവിതത്തിൽ തൊട്ടിട്ടില്ല എന്ന് അവൾ സത്യം ചെയ്യും. ആ സമയത്ത് പാമ്പ് അവളെ ഒന്നും ചെയ്യാതെ തന്നെ അവിടെ നിന്ന് ഇറങ്ങി പുറ്റിലേക്ക് കയറിപ്പോവും. അപ്പോൾ ഇവൾ നിരപരാധിയാണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായ ശേഷം ഇവരെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ അപ്പണ്ണ സ്വയം പറയും, ശരി ഇതെൻ്റെ കുട്ടി തന്നെയാണ് എന്ന് പറഞ്ഞുള്ള രീതിയിൽ തന്നെ അപ്പണ്ണ പോവും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സ്റ്റോറി അവസാനിക്കുന്നത്. പക്ഷേ ഇതിൽ 2 ക്ലൈമാക്സ് ആയിട്ട് പറയുന്നുണ്ട്. അതിലൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പണ്ണ എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒളിച്ചിരിക്കുന്ന സമയത്ത് അപ്പണ്ണയെ തന്നെ ഞെട്ടിച്ചു കൊണ്ടിട്ടുള്ള ഒരു സംഭവം ഉണ്ടാവും.
ആസ് യൂഷ്വൽ നാഗ വരുന്നത് പോലെ തന്നെ നാഗ രാത്രി കയറി വരുന്നു, ടോയ്ലറ്റ് കൂടെ കയറി വരുന്നു. നാഗ അപ്പണ്ണയുടെ രൂപം ധരിച്ചിട്ട് ഇവളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നതൊക്കെ അപ്പണ്ണ അവിടെ ഒളിച്ചിരുന്ന് കാണും. അപ്പോൾ അപ്പണ്ണയ്ക്ക് മനസ്സിലാവും ഇവളുടെ കൂടെ ഉണ്ടായിരുന്നത് നാഗയായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാവുകയും ഇവൾ നിരപരാധിയാണെന്ന് മനസ്സിലായിട്ട് ആ കുട്ടിയെ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് അപ്പണ്ണ തയ്യാറാവുകയും ചെയ്യുന്നതാണ് ഒരു ക്ലൈമാക്സ്. പിന്നെ ഒരു ക്ലൈമാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാഗ ഇവർ നന്നായി ജീവിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ദിവസം ഇങ്ങനെ കയറി വരുന്ന സമയത്ത് നാഗ ഒരു കുഞ്ഞി പാമ്പായിട്ടാണ് കയറി വരുന്നത്. കുഞ്ഞി പാമ്പായിട്ട് കയറി വരുന്ന സമയത്ത് പാമ്പിനെ കണ്ടിട്ട് അപ്പണ്ണ ഒരു വടിയെടുത്തതിനെ തല്ലിക്കൊല്ലാൻ വേണ്ടിയിട്ട് വടിയെടുക്കാനായിട്ട് പുറത്തേക്ക് പോകും. ആ സമയത്ത് നമ്മുടെ റാണി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആ പാമ്പിനെ എടുത്ത് അവളുടെ മുടിയുടെ ഉള്ളിൽ ഒളിപ്പിച്ച് വയ്ക്കും. അപ്പോൾ ആ സമയത്ത് അപ്പണ്ണ തിരിച്ചു വരുമ്പോൾ പാമ്പ് എവിടെയെന്ന് നോക്കുമ്പോൾ പാമ്പ് അവൾ എഴഞ്ഞു പോയി കണ്ടില്ല, അങ്ങനെ ദൂരേക്ക് പോകുന്നത് കണ്ടു അങ്ങനെ പറയും. അങ്ങനെ ഒരു ട്വിസ്റ്റ് ഉണ്ട്, അതായത് പാമ്പിനെ തലയിലുള്ളിൽ വീണ്ടും സൂക്ഷിച്ചു വെച്ചിട്ട് അങ്ങനെയും ഒരു ട്വിസ്റ്റായിട്ടും പറയുന്നു. അപ്പോൾ ഇതാണ് ഗിരീഷ് കർണാടിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള നാഗമണ്ഡല എന്ന് പറയുന്ന പ്ലേയുടെ സമ്മറി. താങ്ക്